പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ CPM ഭരണസമിതിക്കെതിരെ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. UDFിലെ ഒരു കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണ ലഭിച്ചിട്ടും BJPക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ LDF ഭരണസമിതിക്കെതിരെ മുഖ്യ പ്രതിപക്ഷമായ BJP അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തിക്കെതിരെയായിരുന്നു പ്രധാനമായും അവിശ്വാസ പ്രമേയം. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വോട്ടെടുപ്പിൽ 3 അംഗങ്ങളുള്ള UDFിലെ 2 ലീഗ് അംഗങ്ങളുടെ പിന്തുണയോടെ LDFിന് 10 വോട്ടുകളും UDFിലെ ഒരു കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ BJPക്ക് 9 വോട്ടുകളും ലഭിച്ചു. ഇതോടെയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. അതായത് പൈവളികെ പഞ്ചായത്ത് ഭരണസമിതിക്ക് എതിരായിട്ട് ചില മെമ്പർമാർ അവിശ്വാസം പ്രമേയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിശ്വാസം പ്രമേയം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ വെച്ച് അവിശ്വാസ പ്രമേയത്തിനെതിരായ വോട്ടെടുപ്പ് നടത്തുകയും വോട്ടെടുപ്പ് നറുക്കെടുപ്പിൽ ഇതിന് എതിർത്തവർ 10 പേരും അനുകൂലിച്ചവർ 9 പേരും ആയതുകൊണ്ട് അവിശ്വാസം പ്രമേയം അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. LDF 8, BJP 8, UDF 3 എന്നിങ്ങനെയായിരുന്നു നേരത്തെയുണ്ടായിരുന്ന കക്ഷിനില. അവിശ്വാസം പരാജയപ്പെട്ടതോടെ പഞ്ചായത്തിലെ ഭരണം LDF ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചു. നേരത്തെ നറുക്കെടുപ്പിലൂടെയാണ് CPIMലെ ജയന്തി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതേ തെരഞ്ഞെടുപ്പിൽ BJPയിലെ പുഷ്പലക്ഷ്മി വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അവിശ്വാസം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്ന് തിരിച്ചടി നൽകാനും LDFിന്റെ അണിയറയിൽ നീക്കം നടക്കുന്നുണ്ടെന്നാണ് വിവരം. BJP അനുകൂല സംഘടനയുടെ നേതാവായ പഞ്ചായത്ത് സെക്രട്ടറിയെ CPIM നേതാക്കൾ ഇടപെട്ട് സ്ഥലം മാറ്റിയതിന്റെ വൈരാഗ്യത്തിലാണ് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ BJPയെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. നല്ല രീതിയിൽ ഒരു വിവേചനമില്ലാതെ എല്ലാ പാർട്ടിക്കാരും ഇവിടെ ഒറ്റയ്ക്ക് ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ല. CPMന്റെ പ്രസിഡന്റ്, BJPയുടെ വൈസ് പ്രസിഡന്റ്, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CPM, 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ UDF. നല്ല രീതിയിൽ ഇവിടെ ഭരണം പോയിക്കൊണ്ടുള്ള സമയത്ത് പെട്ടെന്ന് ഒരു ദിവസമാണ് അവിശ്വാസത്തിലേക്ക് നോട്ടീസ് കൊടുക്കുന്നത്. ഇന്ന് അവിശ്വാസ പ്രമേയം വോട്ടെടുപ്പ് നടന്നപ്പോൾ പണാധിപത്യം കൊണ്ട് മെമ്പർമാരെ ഒരാളെ വിലക്കെടുക്കാൻ സാധിച്ചെങ്കിലും വേറെ ആരെയും സാധിക്കാത്തത് കൊണ്ട് ഇന്ന് അവിശ്വാസ പ്രമേയം തള്ളുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ നാണക്കേടാണ്. ദേശീയ രാഷ്ട്രീയത്തിലും കേരള സംസ്ഥാന രാഷ്ട്രീയത്തിലും ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലും അവർ BJPയിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് BJP കൂടാരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏക കോൺഗ്രസ് പ്രതിനിധി അവിനാശ് മച്ചാടോ BJPന്റെ കൂടെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായിട്ട് ഒരു വോട്ട് ചെയ്യുന്ന ഏറ്റവും നാണം കെട്ട ആ വാർഡിലെ ജനത BJPക്കെതിരായി വോട്ട് നൽകി വിജയിപ്പിച്ച ആ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് BJPന്റെ കൂടാരത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥ പഞ്ചായത്ത് തലത്തിലേക്കും കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ BJP പിന്തുണ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ചർച്ചയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.